CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ചോയ്തല വീട്ടിൽ ജുനൈദിനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ പോസ്റ്റ് ഓഫീസിന് മുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്കുപറ്റി. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് അപകടം. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ കമാനം ശിവേലിപുര താലികെട്ടു മണ്ഡപം എന്നിവയുടെ സമർപ്പണം നടന്നു. ക്ഷേത്ര കമാനം നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രനും ശിവേലിപുര മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളിയും ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ കമാനം ശിവേലിപുര താലികെട്ടു മണ്ഡപം എന്നിവയുടെ സമർപ്പണം നടന്നു. ക്ഷേത്ര കമാനം നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രനും ശിവേലിപുര മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളിയും ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ക്ഷേത്ര കമാനം നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രൻ സമർപ്പിച്ചു. ശിവേലിപുര മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളിയും സമർപ്പിച്ചു. തിരുമുല്ലപ്പള്ളി ദേവസ്വം കീഴേടമായ മൂർക്കത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിച്ച താലികെട്ടു മണ്ഡപത്തിന്റെ സമർപ്പണം തന്ത്രി മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയും നിർവഹിച്ചു. കണ്ടിട്ടില്ല. 13 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. സമയമില്ലെങ്കിലും സമയമുണ്ടാക്കി ഇവിടേക്ക് വരാൻ തോന്നിയിരുന്നത് ഇവരുടെയൊക്കെ കടുത്ത നിർബന്ധത്തിന്റെ പേരിലാണ്. ആ നിർബന്ധം എന്ന് പറയുന്നത് ഇവിടെ നടപ്പാക്കിയിട്ടുള്ള ഓരോ ഡെവലപ്മെന്റിന്റെയും ആ ഘട്ടങ്ങളിലൊക്കെ ഇവിടെ സന്ദർശിക്കുന്നതിന് വേണ്ടിയുള്ള നിർബന്ധമായിരുന്നു അതിൻ്റെ പുറകിൽ. ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടം ഇന്നത്തെ നിലയിലേക്ക് സൗകര്യപ്രദമായി മാറിയതിൻ്റെ പിന്നിൽ വളരെ ആവേശകരമായൊരു ചരിത്രമുണ്ട്. ഇന്നിപ്പോൾ ശിവേലിപുര പൂർത്തീകരിച്ചു സമർപ്പിച്ചു.
ക്ഷേത്രത്തിൻ്റെ മുറ്റം വളരെ വൃത്തിയായി എന്നോ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഒരു കവാടം നിർമ്മിച്ച് പൂർത്തീകരിച്ചു. വിവാഹം നടത്താൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു താലികെട്ട് മണ്ഡപം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പടിപടിയായി നല്ല മാറ്റം നമുക്കിവിടെ ദർശിക്കാൻ കഴിയുകയാണ്. അപ്പോൾ അതിനൊക്കെ നന്നായി സഹായിച്ചവർ, കൂടെ നിന്നവർ, ക്ഷേത്രത്തിൻ്റെ അഭ്യുന്നതിക്കായി നല്ല പങ്കുവഹിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ കുടുംബത്തെയും ഞാൻ ഹൃദയം തുറന്ന് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും. മാനേജർ എം പങ്കജാക്ഷൻ, മുൻ മാനേജർ ശിവശങ്കരൻ, നഗരസഭാ വാർഡംഗങ്ങളായ KM ഇസ്ഹാഖ്, N കവിത, K രജനി, C നിർമ്മല എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് ക്ഷേത്രത്തിൽ ദീർഘകാലം പാരമ്പര്യ ട്രസ്റ്റിയായും വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറിയായും മേൽശാന്തിയായും സേവനം ചെയ്തിരുന്ന കൊയ്ത്തുടി വാസുദേവൻ നമ്പൂതിരി അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള തിരുമുല്ലപ്പുള്ളിയപ്പൻ പുരസ്കാര സമർപ്പണവും നടന്നു. അനുസ്മരണ യോഗം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ M ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു. തിരുത്തുമുക്ക് ഗോവിന്ദൻ നമ്പൂതിരിക്ക് 10,000 രൂപയും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് സമ്മാനിച്ചു. CCN ചെറുപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൾ പോസ്റ്റ് ഓഫീസിന് മുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്കുപറ്റി. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് അപകടം. അല്ല, ഇത് നോക്കട്ടെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ആദ്യം ആ കൂടെ അതുമാതിരി വെച്ചിട്ട് മാറ്റാൻ നോക്കണ്ട ആൾക്കാർ. പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന ബസ് ആളെ ഇറക്കുന്നതിനു വേണ്ടി പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിറകിൽ പിക്കപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായത്. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും മാംസാവശിഷ്ടങ്ങൾ എടുത്തുവരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. പിക്കപ്പ് ഡ്രൈവർ ആസാം സ്വദേശിയായ മുഹമ്മദ് ആലം അലിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പിന്റെ പുറകുവശത്തെ ക്യാബിൻ വാഹനത്തിൽ നിന്നും വിട്ടുനിന്ന് റോഡിലേക്ക് മറയാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. നാട്ടുകൽ പോലീസും പ്രദേശവാസികളും ചേർന്ന് റോഡിലുണ്ടായിരുന്ന വാഹനത്തെ തള്ളിയാണ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയത്. തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദേശീയപാതയിലെ പോസ്റ്റ് ഓഫീസ് വളവ് സ്ഥിരം അപകട മേഖലയാണ്. വളവുകൾ കാരണം മറ്റു വാഹനങ്ങൾ കാണാതിരിക്കുന്നത് പതിവാണ്. ഇതിനു മുമ്പ് ലോറികൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരുന്നു. വണ്ടി തട്ടി ബസ് അതന്നുള്ളൂ. ഡ്രൈവർ അശ്രദ്ധയാണ്. പരിക്കുണ്ടോ? ഡ്രൈവർക്ക് നിസ്സാര പരിക്കുള്ളൂ. ആശുപത്രി കൊണ്ടുപോയിരുന്നു. എവിടുത്തേരാ അറിയില്ല. CCN ചെത്തല്ലൂർ. ലഹരിക്കെതിരെ നാടൊരുമിക്കുക എന്ന സന്ദേശവുമായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ നടത്തുന്ന ഉണർത്തുജാഥ ജില്ലാ അതിർത്തിയായ കരിങ്കലത്താണിൽ നിന്ന് തുടങ്ങി. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു ഇടപെടൽ നടത്തി ചെറുപ്പക്കാർക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും ലഹരിക്കെതിരായിട്ടുള്ള അതിശക്തമായ ഒരു പോരാട്ടത്തിന്റെ പോർമുഖം തുറക്കാൻ തയ്യാറാവുകയും ചെയ്ത പ്രിയപ്പെട്ട ഗഫൂറിനെ ഞാൻ ആദ്യമായി മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാടാകെ വല്ലാത്തൊരു വയലൻസിലേക്ക് പോവുകയാണ്. ഓരോ ദിവസവും നമ്മൾ ആശങ്കയോടുകൂടി ഉണരേണ്ട വാർത്തകൾ നമ്മളെ തേടിയെത്തുകയാണ്. നമ്മുടെയൊക്കെ പരിസരത്തും നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തേക്കും ഒഴുകിയെത്തുന്ന ഈ വാർത്തകളുടെ പ്രളയത്തിൽ മലയാളി മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും കടന്നു വരാവുന്ന ഒരു ക്രിമിനൽ സംഘത്തെ ഭയപ്പെടാവുന്ന തരത്തിലേക്ക്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അധ്യക്ഷനായി. ഗഫൂർ കോൽക്കളത്തിൽ മുൻകൈയെടുത്ത് നടത്തുന്ന സമഗ്ര സമ്പൂർണ്ണ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായാണ് ഉണർത്തുജാഥ നടത്തുന്നത്. സമഗ്രയുടെ ഡയറക്ടർ സഹദ് അരിയൂർ, കോർഡിനേറ്റർമാരായ മുജീബ് മല്ലിയിൽ, നൌഷാദ് വെള്ളപ്പാടം, വിവിധ കേന്ദ്രങ്ങളിൽ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ചെത്തല്ലൂർ, പൂവത്താണി, പാലോട് വഴി കുണ്ടൂർക്കുന്ന്, ആര്യമ്പാവ്, വട്ടമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച ജാഥ മേലെ ചുങ്കത്ത് സമാപിച്ചു. സമാപനം സാഹിത്യകാരൻ KPS പയ്യനടം ഉദ്ഘാടനം ചെയ്തു. CCN ചെത്തല്ലൂർ.
കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തും ICDSഉം സംയുക്തമായി നിറക്കൂട്ട് 2025 എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം നടത്തി. CH ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് അധ്യക്ഷത വഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം നീക്കിവെച്ച പദ്ധതികളെ സംബന്ധിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആയിഷ, നാലകത്ത് അബൂബക്കർ, വിനീത, ഫായിസ, റുബീന എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ അംഗൻവാടിയുടെ കീഴിലുള്ള 70 കലാകാരന്മാർ ഡാൻസ്, ആംഗ്യപ്പാട്ട്, മാപ്പിളപ്പാട്ട്, മിമിക്രി തുടങ്ങിയ ഇനങ്ങൾ അവതരിപ്പിച്ചു. സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, അംഗൻവാടി ടീച്ചർമാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡിജിറ്റൽ എക്സ്റേ ലാബ്, ജനറേറ്റർ എന്നിവ ഉദ്ഘാടനം ചെയ്തു. MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ജില്ലാ ആശുപത്രിയൊക്കെ. സ്വാഭാവികമായും CSCകളുടെ പ്രവർത്തനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അവയുടെ നടത്തിപ്പ്, അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം, ആ പരിശ്രമങ്ങൾക്ക് ജനകീയമായ പിന്തുണയും ജനങ്ങളുടെ അഭിപ്രായങ്ങളും വികാരങ്ങളും ഒക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ എല്ലാ സ്ഥാപനങ്ങളിലും ഒരു നല്ല HMC ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആ നിലയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ താരതമ്യേന CSCകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ലാബ് പണികൾ പൂർത്തീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. ഉദ്ഘാടന യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ അനുപമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി, RCH ഓഫീസർ ഡോക്ടർ അനിത എന്നിവർ വിശിഷ്ടാതിഥിയായി. CCN കടമ്പഴിപ്പുറം. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തരംഗം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പോലെയുള്ള പ്രാദേശിക സർക്കാരുകൾ മാറിയ കാലത്ത് ഏറെ ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ടുന്ന ഒരു മേഖലയിൽ അവരുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന്, അവർക്ക് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്ന അവസരങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് ആദ്യമേ തന്നെ ഊഷ്മളമായിട്ടുള്ള ആശംസകൾ, അഭിവാദനങ്ങൾ നേരുകയാണ്. മറ്റെല്ലാ ആശംസകളും കഴിഞ്ഞ് പരിപാടികൾ ആരംഭിക്കാനുള്ള പക്കാണ്. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ നിങ്ങളുടെ അറിയിപ്പിലേക്കായിട്ട് പറയുകയാണ്. ഒന്ന്, കുട്ടികളുടെ UDID കാർഡ് നാളെ ശ്രീകൃഷ്ണപുരത്ത് അതിന്റെ ഒരു വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. കലോത്സവത്തിൽ പരിമിതികളെ പടവുകളാക്കിയ മിടുക്കരായ കലാകാരന്മാർ അവതരിപ്പിച്ച ഒപ്പനയും യോഗ ഡാൻസും നാടൻ പാട്ടുകളും കവിതകളുമെല്ലാം മികച്ച നിലവാരം പുലർത്തി.
പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തരംഗം ഭിന്നശേഷി കലോത്സവം നടപ്പിലാക്കിയത്. പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി. ക്ഷേമകാര്യ സമിതി ചെയർമാൻ സി ഹരിദാസൻ, മെമ്പർമാരായ എം കെ ദ്വാരകനാഥൻ, കെ കെ ലിനി, എസ് രാജശ്രീ, കെ കോയ, ബഡ് സ്കൂൾ ടീച്ചർ ജി രമ്യ, ICDS സൂപ്പർവൈസർ AS ജിസ, എ മൂസ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ തോട്ടര പുന്നാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് തീപിടിച്ചു. മണ്ണാർക്കാട് കോങ്ങാട് നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മണ്ണമ്പറ്റ തോട്ടരയിൽ കള്ളുഷാപ്പിന് സമീപമുള്ള ഉമ്മൻതോണിയിൽ ഗോപാലകൃഷ്ണൻ, കുരങ്ങാടിപ്പറമ്പിൽ ബാലകൃഷ്ണൻ, താഴത്തേപുരക്കൽ സുബ്രഹ്മണ്യൻ, കുരങ്ങാടിപ്പറമ്പിൽ കൃഷ്ണദാസൻ എന്നിവരുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. വെള്ളിയാഴ്ച വൈകുന്നേരം 7:15 തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. മണ്ണാർക്കാട്, കോങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. തെങ്ങുൾപ്പെടെ മരങ്ങളും പുൽക്കാടുകളും കത്തിനശിച്ചു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ജീവശാസ്ത്ര അധ്യാപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന ബയോളജി അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കല്ലടി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് യോഗം മണ്ണാർക്കാട് മുൻ BPC മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ മുന്നിൽ ബയോളജി, ജീവശാസ്ത്രം എങ്ങനെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാം എന്ന് അദ്ദേഹം എപ്പോഴും കുട്ടികളുടെ മുന്നിൽ കാണിക്കാറുണ്ട്. അദ്ദേഹത്തിന് നല്ല ആയുരാരോഗ്യ സൗഖ്യം ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. പിന്നെയുള്ളത് നമ്മുടെ ഷീബ ടീച്ചറാണ്. ഒരുപക്ഷെ ഇവരെ എല്ലാവരെയും പരിചയപ്പെടുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ആളാണ് ഷീബ ടീച്ചർ. കാരണം ഞാൻ കൊട്ടശ്ശേരിയിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് 98 അല്ലേ ഷീബ ടീച്ചർ 98 ടീച്ചർ അവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത ആളുകളാണ് കൊട്ടശ്ശേരിയില്. അന്ന് മുതൽ സൗഹൃദമുണ്ട്. എവിടെ വെച്ച് കണ്ടാലും ടീച്ചർ സൗഹൃദം പുതുക്കാൻ ശ്രമിക്കാറുണ്ട്. മാത്രമല്ല ടീച്ചറുടെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ അടുത്തുനിന്നാണ്, പള്ളിക്കൂട്ടുനിന്നാണ്. അത് ഞാനിപ്പോൾ അടുത്താണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ എപ്പോഴും അധ്യാപകരോടും കുട്ടികളോടും ചിരിച്ചുകൊണ്ട് മാത്രം ഇടപെടുന്ന ഷീബ ടീച്ചർ ഇപ്പോൾ വലിയൊരു ഉത്തരവാദിത്തത്തിലാണ്. ഹെഡ് മിസ്ട്രസ് ആണ്. എങ്കിലും ടീച്ചർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗകര്യങ്ങളും നേടിയാണ്. പിന്നെ നമ്മുടെ സ്വന്തം ബൽക്കീസ് ടീച്ചർ. MES ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ M അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. വിരമിക്കുന്ന ജീവശാസ്ത്ര അധ്യാപകരായ സലീം മാലിക്, ബൽക്കീസ്, ഷീബ, മിനി എന്നിവർക്ക് യോഗത്തിൽ മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. സുധീർ ഗാനാലാപനം നടത്തി. സുരേഷ്, ഗഫൂർ, സുധീർ, ശ്രീകല, ആൽഫ, സുപിന, ലത, സുജാത, സുനന്ദ, നിമിഷ എന്നീ അധ്യാപകർ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ആശംസകൾ അർപ്പിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയ അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. എടത്തനാട്ടുകര GOHSലെ അധ്യാപിക സുനിത സ്വാഗതം പറഞ്ഞു. കല്ലടി ഹൈസ്കൂളിലെ അധ്യാപിക രമ നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്. ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ തസ്തിക മാറ്റ നിയമനത്തിലെ അപാകത പരിഹരിക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ. 1 വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളുടെ 2% മാത്രം തസ്തിക മാറ്റത്തിന് മാറ്റിവെച്ച് നിയമനത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വർഷങ്ങൾ 3 വർഷം 4 വർഷമൊക്കെ കഴിഞ്ഞാണ് സാധാരണ നമ്മുടെ ഒരു മെഡിക്കൽ ഓഫീസർ പരീക്ഷ വരുന്നത്, PSC എക്സാം വരുന്നത്. ഈ PSC എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ കിട്ടിയിട്ടും പലപ്പോഴും നല്ല റാങ്കുള്ള ഡോക്ടേഴ്സിന് പോലും അതിൽ അഡ്മിഷൻ കിട്ടാത്ത ചെറിയൊരു പ്രയാസമുണ്ട്.
അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ തസ്തിക മാറ്റം മൂലം, ബൈ ട്രാൻസ്ഫർ റിക്വസ്റ്റ് മൂലം പല നമുക്ക് 100 പേരുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം 35% ആളുകൾ ബൈ ട്രാൻസ്ഫറിലൂടെ പ്രവേശനം നേടുന്ന ഒരു പ്രയാസം ഉണ്ട്. അപ്പൊ അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ള നിയമനത്തിൽ 37% തസ്തിക മാറ്റത്തിനായി നീക്കിവച്ചിരിക്കുകയാണെന്നും ഇതുമൂലം PSC ഉദ്യോഗാർത്ഥികളുടെ നിയമനം കുറയുകയാണെന്നും ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരളയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 5 വർഷം കൂടുമ്പോഴാണ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ നടത്തുന്നത്. എന്നാൽ തസ്തിക മാറ്റത്തിലൂടെ എത്തുന്നവർക്ക് അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ 37% സംവരണത്തോടെയാണ് നിയമനം നൽകുന്നത്. 1 വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളുടെ 2% മാത്രം തസ്തിക മാറ്റത്തിനു മാറ്റിവച്ച് നിയമനത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. IHK ജനറൽ സെക്രട്ടറി ഡോക്ടർ എ മുഹമ്മദ് അസ്ലം, അംഗത്വ സെക്രട്ടറി ഡോക്ടർ ഫസൽ റഹ്മാൻ, ഡോക്ടർ ഷിഹാസ് അഹമ്മദ്, ഡോക്ടർ വി അഭിജിത്ത്, ഡോക്ടർ KS അതുൽ, ഡോക്ടർ TP ശില്പ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. റോളർ സ്കേറ്റിംഗിൽ വിദഗ്ധ പരിശീലനത്തിനുള്ള ആധുനിക പാരാബോളിക് ബാങ്ക്ഡ് ട്രാക്കിന് ഞായറാഴ്ച മഞ്ചേരി ചിന്മയ വിദ്യാലയത്തിൽ തറക്കല്ലിടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അറിയാലോ, ഏതാണ്ട് 1500 കൂടുതൽ കുട്ടികളുണ്ട്. അപ്പൊ ഇവരിൽ നല്ലൊരു ശതമാനം ആളുകൾ സംസ്ഥാനതല മത്സരത്തിലും നാഷണലിലും ഇന്റർനാഷണൽസിന്റെ സെലക്ഷൻ മാച്ചിൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആ നിലവാരത്തിലുള്ള പരിശീലനത്തിനുള്ള ട്രാക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവർ പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂരിലും പൊള്ളാച്ചിയിലും ഒക്കെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിനുണ്ട് 100 കണക്കിന് കുട്ടികൾ. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ 3ാമത്തെ ട്രാക്ക് എന്ന് പറയാം. പക്ഷേ സാങ്കേതികമായിട്ട് പറയുമ്പോൾ നമ്മളുടെ 1ാമത്തെ ട്രാക്കാവും. കാരണം ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന മാർക്ക് റോളർ സ്കേറ്റിംഗ് അറീനയുടെ തറക്കല്ലിടൽ രാവിലെ 10-ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. 80 ലക്ഷത്തിലധികം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ട്രാക്കിൽ ഒരേ സമയം 25-ലധികം കുട്ടികൾക്ക് പരിശീലനം നടത്താനാകും. കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് KM അനിൽകുമാർ, ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് BP രഘുനാഥ്, ജില്ലാ പ്രസിഡന്റ് RS ബിനോയ്, ജനറൽ സെക്രട്ടറി TJ സിദ്ധാർത്ഥ്, മാർക്ക് റോളർ സ്കേറ്റിംഗ് അറീന മാനേജിംഗ് ഡയറക്ടർ TS ജയദേവൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ലോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ചോയ്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് സ്റ്റേഷൻ SHO P വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രതി യുവതിയുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയം നടിക്കുകയും വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത ശേഷം 2 വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും വെച്ച് പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ഇത് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുമെന്ന് പറഞ്ഞ് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത മലപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് പോയ പ്രതിയെ ബാംഗ്ലൂർ എയർപോർട്ട് പരിസരത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ഇൻസ്പെക്ടർ P വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ASI തുളസി, പോലീസുകാരായ ദ്യുതീഷ്, മനുദാസ്, രാമചന്ദ്രൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നിയമ നടപടികൾക്കു ശേഷം പ്രതിയെ മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് കോടതിയിൽ ഹാജരാക്കും. CCN മലപ്പുറം. ഒറ്റപ്പാലം തൃക്കങ്ങോട് തരങ്ക് ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ വാർഷികാഘോഷം നടന്നു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു. മുമ്പത്തെ പോലുള്ള കൂട്ടായ്മയും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നുമില്ല, വായന കാര്യമായിട്ടില്ല, മൊബൈൽ നോക്കിയിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ പരാമർശിച്ചു. ഇപ്പോൾ വായനയുടെ കാര്യത്തിൽ വായനശാലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ഏതാണ്ട് 2 വ്യക്തികൾ ഏതാണ്ട് 200ഓളം പുസ്തകങ്ങളാണ് ഈ വായനശാലയ്ക്ക് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംഭാവന ചെയ്തിട്ടുള്ളത്. ആ 200ഓളം പുസ്തകങ്ങളിൽ ഓരോ പുസ്തകവും ഓരോ തലത്തിൽ
വലിയ പ്രാധാന്യമുള്ള പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ എത്ര കണ്ട് നമ്മൾ വായിക്കണോ മനസ്സിലാക്കണോ എന്നത് തരംഗ് ഉപാധ്യക്ഷൻ EG പ്രകാശ് സ്വാഗതം പറഞ്ഞു. PM നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. മീനാക്ഷി തോട്ടത്തിൽ, C വിജയൻ, AP പ്രസാദ്, ജിനേഷ് മനിശ്ശേരി, ദിനേഷ് പാട്ടത്തൊടി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. CCN ഒറ്റപ്പാലം. ബാംഗ്ലൂർ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിയ മുഹമ്മദ് അഫ്സലിനെ ആലിപ്പറമ്പ് പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വെള്ളിയാഴ്ച രാവിലെ പാറക്കണ്ണിയിലെ വീട്ടിലെത്തിയ വായനശാല പ്രവർത്തകർ സ്നേഹോപഹാരം കൈമാറി. ഇന്ത്യയിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ബാംഗ്ലൂർ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി. അവിടെയാണ് ആലിപ്പറമ്പ് പാറക്കണ്ണി സ്വദേശി TK മുഹമ്മദ് അഫ്സൽ BSc ബയോളജി വിഷയത്തിൽ ഡിഗ്രിക്ക് പ്രവേശനം നേടിയത്. അതും 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പോടുകൂടി. നാടിന്റെ അഭിമാനമായി മാറിയ അഫ്സലിനെ ആലിപ്പറമ്പ് പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വെള്ളിയാഴ്ച രാവിലെ പാറക്കണ്ണിയിലെ വീട്ടിലെത്തിയ വായനശാല പ്രവർത്തകർ സ്നേഹോപഹാരം കൈമാറി. പ്രസിഡന്റ് MP സതീഷ്, സെക്രട്ടറി K ഷംസുദ്ദീൻ, K മമ്മി, K മുഹമ്മദ് ഫയാസ്, P രൂപേഷ്, P മുഹമ്മദ് മുഹസിൻ, വള്ളുവനാട് സാംസ്കാരിക വേദി മുൻ ചെയർമാൻ രാംദാസ് മുണ്ടങ്കോടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. പ്രിയമുള്ളവരെ, ആലിപ്പറമ്പിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇത്. ബാംഗ്ലൂരിലുള്ള അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ BSc ബയോളജിക്ക് 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പോടുകൂടിയാണ് അഫ്സൽ പ്രവേശനം നേടിയിട്ടുള്ളത്. നമ്മുടെ മനോഭാവങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ തീരുമാനിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മളുടെ വിജയത്തിന് ആധാരം. വളരെ നല്ല രീതിയിലുള്ള മനോഭാവത്തോടുകൂടി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വിജയം കരസ്ഥമാക്കിയ അഫ്സലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് വായനശാലയുടെ പേരിൽ. അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുഹമ്മദ് അഫ്സൽ പറഞ്ഞു. എനിക്ക് ഈ ഒരു വിജയം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഫസ്റ്റായിട്ട് എനിക്ക് ക്രെഡിറ്റ് കൊടുക്കാനുള്ളത് ഞാൻ മലപ്പുറം മഹദിലാണ് പഠിക്കുന്നത്. അവിടുത്തെ എൻ്റെ മെന്റർമാർ, പിന്നെ എന്നെ എല്ലാവിധ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത എൻ്റെ പാരൻസ്. അപ്പോൾ ഈ ഒരു അവസരം എന്ന് പറയുമ്പോൾ നമ്മളെ സാധാരണക്കാരായ എല്ലാവർക്കും കിട്ടാവുന്നതും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നതൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്നും ഇതിക്ക് ഇങ്ങനെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടെന്നും നമ്മൾ അറിയാതെ പോകണോണ്ടാണ്. അപ്പോൾ അത് അവിടെ പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടാനായി. എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയണം എന്നാണ് ആഗ്രഹം. നിലവിൽ മലപ്പുറം മഹദിൻ കോളേജിൽ +2 പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അഫ്സൽ. നേരത്തെ സൗദി അറേബ്യയിലെ അൽഫാനൂസ് ഇന്റർനാഷണൽ സ്കൂൾ, താഴേക്കോട് PTM ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് പഠിച്ചിരുന്നത്. KMCC വാദി ദവാസിർ സെൻട്രൽ കമ്മിറ്റി, MSF പാറക്കണ്ണി യൂണിറ്റ് കമ്മിറ്റി തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും പാറക്കണ്ണിയിലെ വീട്ടിലെത്തി സന്തോഷത്തിൽ പങ്കുചേർന്നു. തച്ചൻകുന്നൻ അബു, ജാസ്മിൻ എന്നിവരുടെ മകനാണ് അഫ്സൽ. ഫാത്തിമ ജിഷാന, ഹംസ റിഷാൻ, മിനാസ് അഹമ്മദ് എന്നിവർ സഹോദരങ്ങളാണ്. CCN പെരിന്തൽമണ്ണ. വീടിനും റോഡിനും പരിഗണന നൽകി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അവതരിപ്പിച്ചു. 50.24 കോടി രൂപ വരവും 49.68 കോടി രൂപ ചിലവും 56.24 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ്. റോഡ് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് 5.80 കോടി, ഭവനരഹിതർക്കും അതിദരിദ്രർക്കും വാസയോഗ്യമായ വീടുകൾ ഉറപ്പുവരുത്തുന്നതിന് 10 കോടി, നെല്ല്, കവുങ്ങ്, പച്ചക്കറി, ഇടവിള തുടങ്ങിയ കൃഷികൾക്കും മണ്ണുജല സംരക്ഷണ പദ്ധതികൾക്കുമായി 3.17 കോടി രൂപയും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായി 3 കോടിയിലധികം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലായി 2300 പുതിയ തെരുവിളക്കുകൾ സ്ഥാപിച്ച് വെളിച്ച വിപ്ലവം സാധ്യമാക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. റെയിൽവേ ലൈൻ സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ റെയിൽവേ അണ്ടർപാസും യുവജനങ്ങൾക്ക് കായിക വളർച്ച സാധ്യമാക്കാൻ പുതിയ ഗ്രൗണ്ടും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് കോഴിപ്പാട്ടിൽ സയ്യിദ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വാക്കാട്ടിൽ സുനിൽ ബാബു, ഫൗസിയ തവളങ്ങൽ, സലീന താണിയൻ, സെക്രട്ടറി സുഹാസ് ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ചോയ്തല വീട്ടിൽ ജുനൈദിനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ പോസ്റ്റ് ഓഫീസിന് മുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്കുപറ്റി. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് അപകടം.
ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ കമാനം ശിവേലിപുര താലികെട്ടു മണ്ഡപം എന്നിവയുടെ സമർപ്പണം നടന്നു. ക്ഷേത്ര കമാനം നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രനും ശിവേലിപുര മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളിയും ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.